നമ്മളിങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു തോട്ട് വന്നു, റൈറ്റ്? തോട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തിരിച്ച് ആ തോട്ടിനെ നമ്മൾ ക്യാച്ച് ചെയ്തിട്ട് നമ്മളൊരു പട്ടം ഇങ്ങനെ വിട്ടു വെക്കുക, അതിന് നമ്മൾ പിടിക്കുക, റൈറ്റ്? അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് ഇങ്ങനെ പൊങ്ങിപ്പോകാൻ നിൽക്കുക, അതിനെ നമ്മൾ ഇങ്ങനെ കയറി പിടിക്കുക, നമ്മുടെ മൈൻഡിനെ ഫഗ്ഡ് ആക്കിയിട്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു 6 മിനിറ്റ് കൊടുക്കാൻ പറ്റുമോ? ഓ ബ്രോ പറഞ്ഞൊക്കെ നല്ലതാണ് ബ്രോ, ഇതൊക്കെ എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എനിക്ക് കൺസിസ്റ്റൻസി ഇല്ല ബ്രോ, ഞാൻ എന്ത് ചെയ്താലും 2 ദിവസം ചെയ്തുള്ളൂ ബ്രോ. ഐ വിൽ ടെൽ യു എക്സാക്ട്ലി വാട്ട് ടു ഡു. അങ്ങനെ നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേഷനിൽ നമ്പർ 1 മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് സ്ക്വയർ മെത്തേഡ്. മെഡിറ്റേഷൻ ഞാൻ ചെയ്യാത്തതുകൊണ്ട് ലിറ്ററലി ഒരു കടക്കാരന് മുമ്പ് ഞാൻ നാണം കെട്ടിട്ടുണ്ട്. ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മെഡിറ്റേഷൻ എന്താണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷേ ഞാൻ ചെയ്യുന്ന ഒരാളൊന്നുമല്ല, ഇതെല്ലാം സ്കാമാണ്, ഇതിനൊന്നും കാര്യമില്ലെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ടൈം അമ്മ എന്നോട് പറഞ്ഞു കടയിൽ പോയി ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പം തന്നെ അമ്മ എന്നോട് പറഞ്ഞു എടാ ഇത് തന്നെ മേടിക്കണം, ഈ കമ്പനി തന്നെ മേടിക്കണമെന്ന് പറഞ്ഞാൽ വിടുന്നത്. അപ്പം ഞാനിങ്ങനെ ബസ്സിൽ കയറി പോയി കട വരെ ചെന്നു, ഓക്കെ കട കണ്ടുപിടിച്ചു, ആ കടയിലോട്ട് കയറാൻ പോകും. കടയിലോട്ട് കയറി, അപ്പോൾ കയറിയപ്പോൾ തന്നെ ഈ ഓണർ അവിടുത്തെ സ്റ്റാഫിനോട് ഭയങ്കര അല്ല, നീ എന്തു ഈ കാണിക്കുന്നത്, നീ ഒന്നും ശരിയല്ല ചെയ്യുന്ന, ഇത് ഇങ്ങനെയാണെന്ന് വരുന്ന കസ്റ്റമർ വന്ന് ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഇയാൾ പാത്രമൊക്കെ ഇട്ടിട്ട് ഭയങ്കര ബഹളം. ഞാനപ്പോൾ ചേച്ചി നോക്കി, ചേച്ചിയുടെ കണ്ണാൽ ഒരുമാതിരി കരഞ്ഞ പോലെ ഇരിക്കും, പക്ഷെ കരയാൻ പറ്റത്തില്ല, എന്നാൽ കരച്ചിലിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയില്ല, അങ്ങനെ ഇരിക്കും. ഞാൻ അകത്തോട്ട് പോയി. അപ്പോഴാണ് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വെറുതെ ഒരുപാട് ഇങ്ങനെ തോട്ട് വന്നുകൊണ്ടിരിക്കുക, അയാൾ എന്ത് കിടന്ന് അയക്കുന്നത്, ഇയാൾ എന്ത് സൗണ്ട് ഉണ്ടാക്കുന്നത്, ഇയാൾ എന്തിനാ പാത്രം എടുത്ത് ഇങ്ങനെ പൊട്ടിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് തോട്ട് വന്നുകൊണ്ടിരിക്കും. ഇനി ഞാൻ ഈ പാത്രം കൊണ്ട് ചെല്ലുമ്പോൾ ഇയാൾ എന്നോട് വഴക്കുണ്ടാക്കുമോ, എന്നെ അയാൾ വല്ലതും പറയുമോ, ഇങ്ങനെയുള്ള ഒരു ട്രോമയുടെ കൂട്ടി ഇങ്ങനെ ഒരു തോട്ട് വന്നുകൊണ്ടിരിക്കുക ബ്രോ. ആ കടയിലുള്ളവരൊക്കെ എന്നെ നോക്കുക, ചേച്ചീനെ നോക്കും, ഇങ്ങനെ ജസ്റ്റ് വെറുതെ റിയലി ഇങ്ങനെ തോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് ഇതിനകത്ത് ഏതോ ഒരു പാത്രം അതുപോലെ ഇരിക്കുന്ന എടുത്തുകൊണ്ട് വന്നു. അയാൾ പറഞ്ഞു എത്രയാണോ പൈസ അത് തന്നെ കൊടുത്തു. ഞാൻ ഒരു ഭാഗം വേണ്ടിയിട്ട് അത് മേടിച്ചുകൊണ്ട് ഞാൻ നേരെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ എന്നോട് ലിറ്ററലി കാരണം എന്ന് വെച്ചാൽ അമ്മ എന്നോട് ആദ്യമേ പറഞ്ഞായിരുന്നു എടാ ഈ പാത്രം തന്നെ മേടിക്കണം, ഈ കമ്പനി തന്നെ മേടിക്കണം. ഞാൻ മേടിച്ചുകൊണ്ട് വന്നത് വേറെ ഏതോ തമിഴ് പാത്രം കണ്ട, വേറെ ഏതോ പൊട്ടപാത്രം, ക്വാളിറ്റി ഇല്ലാത്ത, കളർ കണ്ടാൽ തന്നെ അറിയാം ഇതാണ്. അമ്മ എന്നെ വീട്ടിൽ കയറ്റുന്നെന്ന് ഉറപ്പാണ്. ഇനി അയാളുടെ അടുത്തോട്ട് ഈ പാത്രം മാറി എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാളുടെ അടുത്തോട്ട് ചെയ്യാൻ എനിക്ക് പേടി, എനിക്കിങ്ങനെ ഓവർ തിങ്കിങ് വന്നുകൊണ്ടേ ഇരിക്കുക. റിയലി ഞാൻ പിന്നെയും ബസ് കയറി. ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ, എനിക്കിങ്ങനെ ടെൻഷൻ വന്നുകൊണ്ടിരിക്കും. ഓവർ തിങ്ക് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഓവർ തിങ്ക്. ഇനി അയാൾ മാറ്റി തരത്തില്ലയോ, ഇനി ഞാൻ പൈസ ഇവിടുന്ന് ഒപ്പിക്കും, അങ്ങനെ ഇങ്ങനെ ഒരുപാട് തിങ്കിങ് വന്നുകൊണ്ടിരിക്കും. ഭാഗ്യത്തിന് അമ്മായിനെ അവിടെ ഇല്ലായിരുന്നു, അവിടെ ഭാര്യ കണ്ട അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ആൻറ്റിയോട് കാര്യം പറഞ്ഞു, ആൻറ്റി ഇങ്ങനെ മാറിപ്പോയി, എനിക്ക് ഇതാണ് വേണ്ടത്, പൈസ കുറച്ചും കൂടെ വേണമല്ലോ, തരാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അവർ ഫോൺ വിളിച്ച് അയാളോട് സംസാരിച്ച് ഒക്കെ ഡീലാക്കി. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ സിറ്റുവേഷനിൽ ഞാൻ ആരാണ്, ആ ഒരു സിറ്റുവേഷൻ നമ്മളൊന്നും കൂടി റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഞാൻ ഒരു കസ്റ്റമറാണല്ലേ. ഒരു കടയിൽ നമ്മൾ കയറുമ്പോൾ കസ്റ്റമറിനാണ് അതോറിറ്റിയും പവറും എല്ലാം ഉള്ളത്, കാരണം നമ്മളാണ് പൈസ പേ ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രശ്നം അവിടെ വന്നപ്പോൾ ചെറിയൊരു പ്രോബ്ലം അവരമ്മ എന്തെങ്കിലും കശപിശ നടന്നപ്പോൾ തന്നെ എനിക്ക് ടെൻഷനും, എൻ്റെ ടാസ്കിൽ നിന്ന് ഞാൻ മാറി ഞാൻ ഓവർ തിങ്ക് ചെയ്തുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് എന്തോ ട്രോമ വന്നതിൻ്റെ കൂടി ഞാനിങ്ങനെ എൻ്റെ ഡിസിഷൻ മാറിപ്പോവുക. ഒന്ന് ആലോചിച്ച് നോക്കി ബ്രോ, ആ പെയിൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് റിയലി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഒരു ശ്രദ്ധയില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധയില്ല. നമ്മൾ ശ്രദ്ധയില്ലാതെ ഇങ്ങനെ നോർമലി ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ബ്രോ. ഈ അവസ്ഥ ഉണ്ടാവുന്നത് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യാത്തതുകൊണ്ടാണ്. റിയലി സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ലൈഫിൽ ഒരു സിസ്റ്റം മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന, ഇപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തിയ ആൾക്കാർ, ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്, അവരെ മാറ്റി നിർത്തിയിട്ട്, ആ നെഗറ്റിവിറ്റി മാറ്റി നിർത്തിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു സിറ്റുവേഷനിൽ പോയാൽ നമ്മൾ പൊട്ടനല്ല, നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ള ഒരു പേഴ്സണായി നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു മെഡിറ്റേറ്റ്. ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ, നിങ്ങൾ 2-3 ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പോലീസ് കേസിൽ പെട്ടു, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പം നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലായിരിക്കും, ഒരു അടിക്കേസായിരിക്കും, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളെ പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രശ്നമായി. ആ സിറ്റുവേഷനിൽ ടെൻഷൻ അടിച്ച് കരഞ്ഞ് അയ്യോ അയ്യോ ഇനി എന്ത് ചെയ്യും എന്ന് നമുക്ക് തോന്നും. ഓക്കെ, നമുക്ക് തോന്നും, പക്ഷേ അതിനെ കൺട്രോൾ ചെയ്തിട്ടായാലും നമ്മളത് പുറത്ത് കാണിക്കാതെ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെ നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേഷനിൽ നമ്പർ 1 മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് സ്ക്വയർ മെത്തേഡ്. നമ്മൾ ഈഗിൾ മൈൻഡ് സെറ്റുള്ള ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പം ഇതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ല നിങ്ങളുടെ റാഡ് മൈൻഡ് സെറ്റുള്ള ഫ്രണ്ടിനോട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ചിരിച്ചുകൊണ്ടിരുന്നാൽ മതി, അതല്ല ബ്രോ, അത് കറക്റ്റ് ആയിട്ടുള്ള വേ അല്ല. ഇതിന് 3 പോയിന്റ്സ് ഉണ്ട്, 1, 2, 3. ഈ സ്ക്വയർ മെത്തേഡിന് 3 പോയിന്റാണ്. നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം നമ്മൾ മെഡിറ്റേഷൻ റിയലി ഇന്നു മുതൽ ചെയ്യേണ്ടത്. ഈ ബോക്സ് മെത്തേഡിൽ നമ്മൾ നമ്പർ 1 ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പാർട്ടാണ്. ഈ പാർട്ടിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരിടത്ത് കംഫോർട്ടബിൾ ആയിട്ടിരിക്കുക.
ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് തന്നെ ഇപ്പം നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കൂ, നിങ്ങളോടത്ത് കംഫർട്ടബിൾ ആയിട്ടിരുന്നു. ഓക്കെ, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി റെഡിയായി, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടിരുന്നു. അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ജസ്റ്റ് വണ്ടർ ചെയ്തുകൊണ്ടിരിക്കാതെ അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യാതെ നമ്മുടെ ബ്രീത്തിങ്ങിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. എങ്ങനെ നമ്മുടെ ബ്രീത്തിങ്ങിനെ കൺട്രോൾ ചെയ്യും? നമ്മൾ ഡീപ്പായിട്ടുള്ള ബ്രീത്തിങ് എടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ലൈഫിൽ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ വായിൽ കൂടെ ആയിരിക്കും ബ്രീത്തിങ് എടുക്കുന്നത്, റൈറ്റ്? ചിലവർ ഉറങ്ങുന്നുണ്ടായിരിക്കും, പല്ലുന്തുന്നുണ്ടായി, ചിലപ്പോൾ നിങ്ങളുടെ മൗത്ത് ബ്രീത്തിങ് ആയതുകൊണ്ടായിരിക്കും, അത് വേറൊരു ടോപ്പിക്കാണ്. പക്ഷേ നമ്മൾ നോസിൽ കൂടെ ബ്രീത്ത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക പവർ ഉണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കി. ഇതൊന്നും ഒരു വട്ടം നിങ്ങൾ ചെയ്ത് നോക്കി. എന്ത് എനർജിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് അറിയാം. നമ്മുടെ മൈൻഡിൽ പ്രത്യേക ഒരു സംഭവം നടക്കുന്നതിൻ്റെ കൂട്ടി നമുക്ക് ഫീൽ ആവും. ഞാൻ നിങ്ങളുടെ യൂട്യൂബറിൻ്റെ കൂട്ടി ഇവിടെ നിന്ന് പൊട്ടത്തരം പറഞ്ഞു തരത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഫോക്കസ് വേണം. ആദ്യം തന്നെ നമുക്ക് ശ്രദ്ധ വേണം. നമ്മളുടെ അടുത്ത് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ബ്രീത്തിങ് നല്ല എടുക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ബ്രീത്തിങ് എടുക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് പോയിന്റിലേക്ക് വരും, ഒരു പിൻ പോയിന്റിലേക്ക് വരും. നോർമൽ ബ്രീത്തിങ് അല്ല നമ്മൾ ഒരിക്കലും ചെയ്യേണ്ടത്. ഡീപ്പ് ബ്രീത്തിങ്ങിലാണ് ഈ സെക്ഷനിൽ, ഈ പാർട്ട് 1 സെക്ഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കണ്ണടച്ചു, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് സ്ഥലത്തിരുന്നു, നിങ്ങൾ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ദേഹത്തെല്ലായിടത്തും നമുക്ക് സെൻസ് ഉണ്ടല്ലേ, ആ സെൻസിലേക്ക് നമ്മളൊന്ന് പോവാം. എന്നിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾ കണ്ണടച്ചിരുന്നു, ഡീപ്പ് ബ്രീത്തിങ് എടുക്കുന്നു, റൈറ്റ്? നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ കാലിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കാലിനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ മുട്ടിലേക്ക് കൊടുക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മുട്ടിനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ നെഞ്ചിലേക്ക് കൊടുക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ നെഞ്ചിനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഈ കയ്യിൽ മാത്രം നിങ്ങളുടെ ശ്രദ്ധ വരുന്നു, അത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മനസ്സിലായില്ലേ? സോ ഇത് നമ്മളൊന്ന് ചെയ്യുക. അപ്പം ഇവിടം തൊട്ട് ഈ പാർട്ട് 1 തൊട്ട് ഈ പാർട്ട് 2 എന്ന് വരുന്ന സ്ഥലം വരെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇത് എത്ര ടൈമിൽ ചെയ്യുന്നു നല്ല ബ്രോ ഇമ്പോർട്ടന്റ്. ഈ മെത്തേഡിലാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ലോകത്തെ, ഈ സംഭവത്തെ എല്ലാവരും ഇപ്പൊ വെസ്റ്റേൺ കൺട്രിയിൽ മെഡിറ്റേഷൻ യോഗ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. നമ്മളുടെയാണിത്, റൈറ്റ്? നമ്മളുടെയാണിത്. ആ കൾച്ചർ നമ്മൾ പ്രൗഡ് ആയിരിക്കണം. പാർട്ട് 1 എന്താന്ന് വെച്ചാൽ, നിങ്ങളെ മെഡിറ്റേഷന് വേണ്ടി പ്രിപ്പയർ ആക്കുന്ന ഒരു സംഭവമാണ് പാർട്ട് 1. അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്തു, നമ്മുടെ സെൻസ് ഒക്കെ ഓണാക്കി, അടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ നേരത്ത് നമുക്ക് മില്യൺസ് ഓഫ് തോട്ട് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ നേരത്ത് നമ്മൾ കണ്ണടച്ചിരിക്കുന്നു, ശ്രദ്ധയായിട്ടൊക്കെ ഇരിക്കുന്നു, പക്ഷേ നമുക്കിങ്ങനെ തോട്ട് വന്നുകൊണ്ടേയിരിക്കും. ഫുട്ബോൾ കളിക്കുന്ന തോട്ട് വരും, റൊണാൾഡോയുടെ തോട്ട് വരും, ആന്റിയുടെ തോട്ട് വരും, ഗേൾ ഫ്രണ്ടിന്റെ തോട്ട് വരും, ആരുടെയെങ്കിലും ഇങ്ങനെ തോട്ട് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ല. അപ്പൊ അത് വന്നോട്ടെ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മളിങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു തോട്ട് വന്നു, റൈറ്റ്? തോട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തിരിച്ച് ആ തോട്ടിനെ നമ്മൾ ക്യാച്ച് ചെയ്തിട്ട് നമ്മളൊരു പട്ടം ഇങ്ങനെ വിട്ടുവെക്കുക, അതിനെ നമ്മൾ പിടിക്കുക, റൈറ്റ്? അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് ഇങ്ങനെ പൊങ്ങിപ്പോകാൻ നിൽക്കുക, അതിനെ നമ്മൾ ഇങ്ങനെ കയറി പിടിക്കുക. പിടിച്ചിട്ട് നമ്മുടെ ബ്രീത്തിങ്ങിലേക്ക്, ഞാൻ പറഞ്ഞ ഡീപ്പ് ബ്രീത്തിങ്ങിലേക്ക് നമ്മുടെ ഫോക്കസ് കൊണ്ടുവരിക. മനസ്സിലായോ? ഇവിടം തൊട്ട് ഇവിടം വരെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മളൊരു പട്ടം പറത്തി വിടുന്നതിൻ്റെ കൂട്ട് നമ്മുടെ മൈൻഡ് ഇങ്ങനെ പറന്നു പോകാൻ തുടങ്ങും. ആ കൂട്ടുകാരൻ്റെ തോട്ട് വരും, ആ സിനിമാ നടിയുടെ തുണ്ടിൻ്റെ തോട്ട് വരും. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള എല്ലാ തോട്ടും നമുക്ക് വരും. അപ്പോൾ ഇങ്ങനെ തോട്ട് വരും, നമ്മൾ എന്താണ് റിയലി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ മൈൻഡ് ഇങ്ങനെ പോകാൻ പോവാ, റൈറ്റ്? ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ പൊങ്ങി പോകാൻ പോവാ. അപ്പോൾ നമ്മൾ അതിനെ ക്യാച്ച് ചെയ്യണം. നമ്മുടെ ബ്രീത്തിങ്ങിൽ തന്നെ അതിൻ്റെ ഫോക്കസ് കൊണ്ടുവരിക. അപ്പം നിങ്ങൾക്ക് എന്ത് പറ്റും? പിന്നെ നിങ്ങളുടെ ബ്രെയിൻ ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ആലോചിക്കുന്നത് കാറിനെ കുറിച്ചായിരിക്കും. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കുന്നത് ഇന്നെന്താ ഫുഡ്. ഇങ്ങനെ തോട്ട് വന്നുകൊണ്ടേയിരിക്കും ബ്രോ. ഒരിക്കലും തോട്ട് വന്നു, എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എണ്ണിച്ച് പോകരുത്. അത് പൊട്ടന്മാർ ചെയ്യുന്ന പരിപാടിയാണ്. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും മെഡിറ്റേഷൻ ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടാത്തതിന്റെ കാരണമാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആർക്കാണോ തോട്ട് വരുന്നത്, ഏറ്റവും കൂടുതൽ എത്രമാത്രം മില്യൺസ് ഓഫ് തോട്ട്സ് ആണോ നിങ്ങൾക്ക് വരുന്നത്, എന്താണ് അത് കാണിക്കുന്നതെന്ന് വെച്ചാൽ അത്രമാത്രം ശ്രദ്ധ കുറവുള്ള ഒരാളാണ് നമ്മൾ എന്നതാണ് ബ്രോ അതിന്റെ അർത്ഥം. അല്ലാതെ നമുക്ക് ശ്രദ്ധ കൂടിയിട്ടല്ല നമുക്ക് തോട്ട് വരുന്നത്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റിയലി എന്താണ്? നമുക്കൊരു കാര്യത്തിൽ വേണ്ടി ശ്രദ്ധയായിട്ട് കണ്ണടച്ചിരിക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഫുള്ളി നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. കാരണം സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ട്, ഫോൺ അഡിക്ഷൻ ഉണ്ട്, സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്, ഇങ്ങനെ കുറെ പ്രോബ്ലങ്ങളുണ്ട്, എനിക്കറിയാം. പക്ഷെ നമ്മൾ ഇതിനകത്ത് നിന്ന് മാറാൻ ശ്രമിക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു വീക്ക് മൈൻഡ് സെറ്റ് ഉള്ളവന്റെ കൂട്ട്, ഒരു റാഡ് മൈൻഡ് സെറ്റ് ഉള്ളവന്റെ കൂട്ട് നമുക്ക് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ബ്രോ, എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല ഒന്നാമത്തെ ദിവസം തന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ട് പോകരുത്. മനസ്സിലാക്കുക, നിങ്ങൾക്ക് എത്രമാത്രം തോട്ട് കൂടുതൽ വരുന്നുണ്ടോ അതിന്റെ അത്രമാത്രമാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. അത്രമാത്രം നിങ്ങളുടെ ലൈഫിൽ മെഡിറ്റേഷൻ ചെയ്യണം.
അല്ലെങ്കിൽ നിങ്ങളൊരു ആങ്സൈറ്റി ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടുള്ള, ഓവർ തിങ്കിങ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടുള്ള, ലൈഫ് ഫുള്ളും ഭയങ്കര പെയിനിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും ബ്രോ. എനിക്കറിയാം ആ പെയിൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ബ്രോ ഡു ഇറ്റ്. നമുക്ക് തോട്ട് വരും, നമുക്ക് പ്രശ്നം വരും, ഓക്കെ, അത് നോർമലാണ്. പക്ഷേ നമ്മൾ തിരിച്ച് അതിനെ ക്യാച്ച് ചെയ്തിട്ട്, ഒരു പട്ടം പിടിക്കുന്നതിൻ്റെ തൊട്ട് ക്യാച്ച് ചെയ്തിട്ട് നമ്മൾ ബ്രീത്തിങ്ങിൽ തന്നെ നമ്മുടെ ഫോക്കസ് കൊണ്ടുവരിക. പാർട്ട് 3 നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് വളരെ സിമ്പിളാണ്. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരും. ഇതെന്ത് ഇങ്ങനെ ചെയ്ത്, ഇത് ഭയങ്കര രസമാണ് ബ്രോ, ഇത് നിങ്ങൾ ചെയ്തു നോക്കണം. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് കറക്റ്റായിട്ട് ഇരിക്കണം, ഡീപ് ബ്രീത്ത് ചെയ്യണം. നിങ്ങൾക്ക് ഫോക്കസ് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ബ്രീത്തിങ്ങിലേക്ക് ഫോക്കസ് കൊണ്ടുവരണം. ഈ ഓൾ മെഡിറ്റേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള വേ ഉണ്ടല്ലേ. അല്ലാതെ ചുമ്മാ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന, നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കി, നിങ്ങളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മലയുടെ മണ്ടയ്ക്ക് കാക്കയൊക്കെ കരയുന്നുണ്ട്, പരുന്ത് ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്, ഈഗിൾ പോകുന്നുണ്ട്, ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. അവിടെ നിങ്ങളിങ്ങനെ ഇരിക്കുക, പുഴയുടെ സൗണ്ട്, പുഴയുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം, റൈറ്റ്? അപ്പോൾ നമ്മൾ കണ്ണടച്ചിരിക്കുന്നു, നമ്മൾ ബ്രീത്തിങ് ഫോക്കസ് ചെയ്യുന്നു, നമുക്ക് ഒരുപാട് തോട്ട് വരുന്നു. അപ്പോൾ നമ്മൾ പാർട്ട് 3 എന്ന് പറഞ്ഞ് ഈ സംഭവം നമ്മളെ അടുത്ത് ഉപയോഗിക്കണം. എന്താണിത്? ഞാൻ നിങ്ങളോട് റിയലി പറഞ്ഞു, ആ തോട്ട് വരുമ്പോൾ നമ്മൾ ക്യാച്ച് ചെയ്തിട്ട് നമ്മുടെ ബ്രീത്തിങ്ങിലേക്ക് നമ്മുടെ ഫോക്കസ് കൊണ്ടുവരിക. ഇതാണ് നമ്മുടെ പോയിന്റ്, റൈറ്റ്? അപ്പോൾ ഈ മൂന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ് ആ തോട്ട്? ഐഡന്റിഫൈ ദ തോട്ട്. ആ തോട്ട് റിയലി എന്താണ്? ആ തോട്ട് എങ്ങനെയുള്ളൊരു തോട്ടാണ്? അത് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നതാണോ? അതോ ആരെങ്കിലും കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നതാണോ? അതോ ഫുഡിന്റെ കാര്യം നിങ്ങൾ ആലോചിക്കുന്നതാണോ? അതോ സെൽഫ് ഇംപ്രൂവ്മെന്റ് നല്ലോണം ചെയ്യുമെന്ന് നിങ്ങൾ ആലോചിക്കുന്നതാണോ? അതോ നിങ്ങൾ വിഷമിക്കുന്നതാണോ? നിങ്ങൾ പറയും, എന്താണ് ആ റിയലി തോട്ട്? നമ്മുടെ തോട്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലേ? ഞാനിപ്പോൾ നിങ്ങളോട് ആനയെക്കുറിച്ച് തിങ്ക് ചെയ്യില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് ആനയെക്കുറിച്ചാണ്, ഇല്ലേ? സോ നമ്മുടെ തോട്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഇവിടെ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും, ഇല്ലേ? അതെന്താണ്? ആനയാണ്, ഓക്കെ, ആനയെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ തിങ്ക് ചെയ്തത്. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഫിയർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കാംനെസ് ഇല്ല, കാംനെസ്, ഒരു കാമായിട്ട് കൂളായിട്ട് ഒരു സിറ്റുവേഷൻ നിൽക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ തോട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യണം, റൈറ്റ്? ഓക്കെ, എനിക്ക് വന്ന തോട്ട് തിങ്കിങ് ആണ്, ഓക്കെ, എനിക്ക് വന്ന തോട്ട് ടെൻഷനാണ്, ഇങ്ങനെ എന്തോത്തിനെ കുറിച്ച് ഞാൻ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നു, ഓക്കെ, എനിക്ക് വന്ന തോട്ട് ഒരാളെ കുറിച്ചാണ്, എനിക്ക് വന്ന തോട്ട് നിങ്ങൾ എന്നെ കുറിച്ചാണ് ആലോചിക്കുന്നത്, നല്ല കാര്യം. സോ ബ്രോ, ഇതാണ് ബോക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഈ 3 പ്രോസസ്സിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമേ നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കത്തുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ എന്തൊക്കെയാണ്, ഓ ബ്രോ പറഞ്ഞൊക്കെ നല്ലതാണ് ബ്രോ, ഇതൊക്കെ എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എനിക്ക് കൺസിസ്റ്റൻസി ഇല്ല ബ്രോ, ഞാൻ എന്ത് ചെയ്താലും 2 ദിവസം ചെയ്തുള്ളൂ ബ്രോ. ഐ വിൽ ടെൽ യു എക്സാക്ട്ലി വാട്ട് ടു ഡു. നമ്പർ 2 നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എങ്ങനെ നമുക്കിത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം. മെഡിറ്റേഷൻ ഒരിക്കലും നിങ്ങൾക്ക് 1 ദിവസം കൊണ്ട് ചെയ്താലോ 2 ദിവസം കൊണ്ട് ചെയ്താലോ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല, മനസ്സിലായില്ലേ? ഇത് ഈ കഥകളി കളിക്കുന്നതിൻ്റെ തൊട്ട് റിയലി പ്രാക്ടീസ് ചെയ്താൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്, റിയലി ബ്രോ. ഞാൻ പറയുന്നു, നമുക്ക് ജിമ്മിൽ പോകാൻ ചിലപ്പോൾ പാടുണ്ടായിരിക്കാം, നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ പാടുണ്ടായിരിക്കാം, നമുക്ക് നോഫാബ് എടുക്കാൻ ചിലപ്പോൾ പാടുണ്ടായിരിക്കാം. ബ്രോ, ഏറ്റവും നിങ്ങൾ റിയലി സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാം, ഏറ്റവും പാടായിട്ടുള്ള കാര്യം കൺസിസ്റ്റൻസി ആയിട്ട് മെഡിറ്റേഷൻ എല്ലാ ദിവസവും കംപ്ലീറ്റ് ആക്കുക എന്നതാണ്. നമുക്കത് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, അറ്റോമിക് ഹാബിറ്റ് എന്ന് പറഞ്ഞ ജെയിംസ് ക്ലിയറിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ വായിക്കുക, ഓക്കെ? അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ ഫ്രീ ആയിട്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പിൽ അതിന്റെ PDF കിടപ്പുണ്ട്, ഓക്കെ? സോ അതിനകത്ത് പുള്ളി പറയുന്നൊരു കാര്യം, നമുക്കൊരു ഹാബിറ്റ് റിയലി ക്രിയേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്പെസിഫിക് ടൈമിൽ അത് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഹാബിറ്റ് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് സയന്റിഫിക്കലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ഫ്രഷ് ആവുന്നു, റിയലി വന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നു. അത് ഒരു ദിവസം നിങ്ങൾ ചെയ്തു, 2-ാം ദിവസം നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുന്നു, 3-ാം ദിവസം നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുന്നു, 4-ാം ദിവസം നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുന്നു. സോ അപ്പൊ അത് എന്താവും? റിയലി അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാബിറ്റ് ആയിട്ട് മാറും, അല്ലേ? ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അത് ഹാബിറ്റ് ആയിട്ട് മാറും. കണ്ടിന്യൂസ്ലി ഇതേ സമയം ആകുമ്പോൾ നിങ്ങൾ അത് ചെയ്തിരിക്കും. നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ മടി ഉണ്ടായിരിക്കും, നമുക്ക് പല കാര്യം ചെയ്യാൻ പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായിരിക്കും. ഓ, നാളെ തൊട്ട് ഞാൻ ചെയ്യാം, പിറ്റേ ദിവസം തൊട്ട് ചെയ്യാം, ഇങ്ങനെ നമ്മുടെ റാറ്റ് മൈൻഡ് ഇങ്ങനെ നമ്മളെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ആ റാറ്റ് മൈൻഡിനോട് പറയുക ഫക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സമയം ഫിക്സ് ചെയ്യുക. ഞാൻ നിങ്ങളോട് പറയുന്നത്, നാളെ രാവിലെ ഒരു 6 മിനിറ്റ്, ചിലപ്പോൾ അത് 6 മണിയായിരിക്കും, 7 മണിയായിരിക്കും, 8 മണിയായിരിക്കും, 9 മണിയായിരിക്കും, നോ പ്രോബ്ലം. ഏതാണോ ഒരു ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യുക, എല്ലാ ദിവസവും 6 മിനിറ്റ് ജസ്റ്റ് നിങ്ങളുടെ ഫോൺ എടുക്കുക, 6 മിനിറ്റ് ക്ലോക്ക് വെക്കുക, ജസ്റ്റ് അടിക്കുക. ഈ മെത്തേഡിൽ, ബോക്സ് മെത്തേഡിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. നാളെ എല്ലാ ദിവസവും
6 മിനിറ്റ് ഒരു ടൈമിൽ 32 days. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ക്യാൻ യു ഡു ഇറ്റ്? ക്യാൻ യു ഡു ഇറ്റ്? സിമ്പിൾ തിങ്. 6 മിനിറ്റേ ഉള്ളൂ ബ്രോ. ഒരു ദിവസം നമുക്ക് 24 മണിക്കൂറുണ്ട്. നമ്മൾ ഇൻസ്റ്റേ വല്ലവർക്കും വേണ്ടി സ്ക്രോൾ ചെയ്യുന്നത് മണിക്കൂറാണ്, അവേഴ്സാണ് നമ്മുടെ മൈൻഡിനെ ഫഗ്ഡ് ആക്കിയിട്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു 6 മിനിറ്റ് കൊടുക്കാൻ പറ്റുമോ? ബ്രോ, എനിക്ക് നിങ്ങളുടെ പെയിൻ നല്ലവണ്ണം അറിയാം. നമ്മളെ ഇപ്പം കളിയാക്കുന്ന ആൾക്കാരുണ്ട്, നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ജഡ്ജ് ചെയ്ത് ഇങ്ങനെ എഴുതി വിട്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നമ്മൾ ഈ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഈ ഇസഡ് ഗ്രൂപ്പിന്റെ പാർട്ട് ആയില്ലെങ്കിൽ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്തില്ലെങ്കിൽ, അവർ പറഞ്ഞ കാര്യം, നിങ്ങളുടെ ശത്രുക്കൾ, നിങ്ങളുടെ എനിമി, നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞ കാര്യം ശരിയാവുകയല്ലേ ചെയ്യുന്നത്? സോ റിയലി ആസ് എ മെൻ നമ്മുടെ ലൈഫ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം. ആൻഡ് ഐ ബിലീവ് ഇൻ യു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ആക്ഷൻ എടുത്തിട്ട്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇസഡ് ഗ്രൂപ്പിന്റെ മെയിൻ കോർ പോയിന്റ് എന്ന് പറഞ്ഞാൽ യു നീഡ് ടു ടേക്ക് ആക്ഷൻ. നമ്മളിവിടെ ഒരുമിച്ചാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, ഇല്ലേ? നമ്മൾ ഒരിക്കലും നമ്മുടെ റാറ്റ് ഫ്രണ്ടിനോട് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് എനിക്ക് കുശുമ്പോ, ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് എനിക്ക് കുശുമ്പോ ഇല്ല. അങ്ങനെയല്ല, നമ്മൾ ബ്രദർഹുഡ് ആണ്. സോ യു നീഡ് ടു ഇമ്പ്രൂവ്. നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഡു സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ആൻഡ് സ്റ്റാർട്ട് വിത്ത് മെഡിറ്റേഷൻ. ബ്രോ, റിയലി ഈ 21 days നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങൾ വേറൊരാളായിട്ട് മാറും. നിങ്ങൾ ഇത്രയും നാൾ ഭയപ്പെട്ട ആങ്സൈറ്റി, നിങ്ങൾ ഇത്രയും നാൾ ആ പേടിച്ച ആ വിഷമകരമായിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറും. നിങ്ങൾ ഹാപ്പി ആയിട്ടുള്ള, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ ഫോൺ അഡിക്ഷൻ ഒന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല, നിങ്ങളുടെ മൈൻഡിനകത്ത് നിങ്ങൾക്ക് ഫുൾ പവർ ഉണ്ട്. നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ പറയുന്നത് കേൾക്കും. നിങ്ങൾ നിങ്ങളുടെ മൈൻഡിന്റെ രാജാവാകും. അതാണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഡ്രീം. You will never walk alone because we are the set group. This is not the end. This is the beginning. Love you, brother. Mwah.